സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേന്ദ്രത്തിൽ പുതുതായി അധികാരമേറ്റെടുത്ത സർക്കാരിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാസ ലോകവും. സങ്കുചിത ദേശീയതയ്ക്കപ്പുറം മനുഷ്യരും തമ്മിലുള്ള ബന്ധം എത്ര കണ്ട് മെച്ചപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിക്കുമെന്നാണ് അറബ് ലോകം ഉറ്റുനോക്കുന്നത്. ഒപ്പം പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരും പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാൽ പ്രവാസി മന്ത്രാലയത്തെ ദുർബലപ്പെടുത്തുന്ന ഗവൺമെൻറ്റിൻ്റെ നടപടിയോട് സ്വാഭാവികമായും പ്രവാസ ലോകത്ത് ആശങ്ക വ്യാപകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സുപ്രധാനമായി ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പ്രവചനങ്ങൾ ശരിവെച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ NDA സർക്കാർ ഇന്ത്യയുടെ ഭരണചക്രം ഏറ്റെടുത്തിരിക്കുന്നു. മാതൃരാജ്യത്തെ ഏതൊരു മാറ്റത്തെയും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പ്രവാസ സമൂഹം മോദിയെയും പ്രതീക്ഷകളോടെയാണ് ഉറ്റുനോക്കുന്നത്. ആശങ്കകൾക്കും ഒട്ടും കുറവില്ല. തൻ്റെ കളങ്കിത വ്യക്തിത്വത്തിൽ വെള്ളപൂശാനെന്ന പോലെ അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പും അതിനുശേഷവും മോദി സ്വീകരിച്ച പല നടപടികളും പ്രവാസികളുടെ കയ്യടി വാങ്ങി. പാകിസ്ഥാൻ അടക്കം അയൽ രാജ്യങ്ങളെ മികച്ച അയൽക്കാരായി കാണാനുള്ള നീക്കം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഗൾഫിൽ ഒരു മുറിയിൽ ബെഡ് സ്പേസിൽ സുഖദുഃഖങ്ങൾ പങ്കിട്ട് കഴിയുന്നവരാണ് ഇന്ത്യക്കാരും പാകിസ്ഥാനികളും. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കെന്ന പോലെ ഗൾഫിലെ വ്യവസായികൾക്കും മോദിയുടെ വികസന കാഴ്ചപ്പാടുകളോട് പണ്ടേ യോജിപ്പാണ്. ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മോദിക്ക് കഴിയുമെന്നാണ് ഇവരുടെ വിശ്വാസം. സിംഗിൾ പാർട്ടി മജോറിറ്റി കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണമിക്, അതുപോലെ ഫ്യൂച്ചർ ജനറേഷന് ജോലി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ പറയാം. കാരണം ഇൻഡസ്ട്രീസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് ഭാവി ഭാസുരമാക്കാൻ സിംഗിൾ പാർട്ടി മജോറിറ്റിയോട് കൂടിയിട്ട് അധികാരത്തിൽ വന്നു എന്നുള്ളതിൽ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി ബിസിനസ്സുകാർക്ക് വളരെയധികം സന്തോഷമുണ്ട്. എക്സിറ്റ് പോളുകൾ മോദിക്ക് വിജയസാധ്യത പ്രവചിച്ച അന്നു മുതൽ കുതിച്ചു കയറിയതാണ് ഇന്ത്യൻ ഓഹരി വിപണി. അതോടെ ഇന്ത്യൻ രൂപ ശക്തമായി. അതുപക്ഷേ സാധാരണക്കാരായ പ്രവാസികൾക്ക് തിരിച്ചടിയായി. വിനിമയ നിരക്കിൽ വന്ന ഇടിവ് കുറഞ്ഞ വരുമാനക്കാർക്ക് ആശങ്കയാണ് സമ്മാനിച്ചത്. ഇന്ത്യൻ രൂപയുടെ കരുത്ത് നാട്ടിലും വീട്ടിലും പ്രത്യക്ഷമായി അനുഭവിച്ചു തുടങ്ങും വരെ സാധാരണ ഗൾഫുകാരന് ഈ ആശങ്ക സ്വാഭാവികമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മിക്ക പ്രവാസി ഭാരതീയ ദിവസിലെയും സാന്നിധ്യമായിരുന്നു മോദി. യൂറോപ്പിലെ ഇന്ത്യൻ വംശജരുടെയും അമേരിക്കൻ, കനേഡിയൻ ഇന്ത്യക്കാരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. നാട്ടിൽ വൻ നിക്ഷേപത്തിന് കരുത്തുള്ള ഗൾഫുകാരായ ഇന്ത്യൻ വ്യവസായികളുടെ പ്രശ്നങ്ങളും മോദിക്കറിയാം. ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ അവർ വന്നു കഴിഞ്ഞാൽ, അവർ വിദേശ നാടുകൾ ജോലി ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ വളരെ ഈസിയായിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് UAE എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജബലലിയിലോ അല്ലെങ്കിൽ ഹമരിയ ഫ്രീ സോണിലോ ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് പ്രൊഡക്ഷൻ തുടങ്ങാം. ഇങ്ങനെ ശീലിച്ച ആളുകൾ പോയിട്ട് 3 വർഷം അതിൻ്റെ പിന്നിൽ നടന്നാലും ഇന്ത്യയിൽ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോരേ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് വരികയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യക്ക് വളർച്ച ഉണ്ടാകും. എന്നാൽ സാധാരണക്കാരായ ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ എത്രമാത്രം ബോധ്യമുണ്ടെന്ന് കണ്ടറിഞ്ഞേ തീരൂ. ഒരേ സമയം ഗൾഫുകാരുടെ പൂച്ചെണ്ടും കല്ലേറും ഏറ്റുവാങ്ങിയ വയലാർ രവിക്ക് പിൻഗാമിയായി സുഷമ സ്വരാജാണ് പ്രവാസികാര്യ ചുമതലയുള്ള മന്ത്രി. വിദേശകാര്യ മന്ത്രിയും അവർ തന്നെ. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പ്രവാസികാര്യം, വിദേശകാര്യം, വ്യോമയാനം എന്നീ 3 വകുപ്പുകളിലായി ചിതറിക്കിടക്കുന്നു എന്ന മുൻ മന്ത്രിയുടെ സ്ഥിരം പല്ലവി ഇനി ആവർത്തിക്കാനാവില്ല. വിദേശകാര്യവും പ്രവാസികാര്യവും സുഷമയ്ക്ക് കീഴിലാണ്. ഇരുവകുപ്പിന്റെയും സഹമന്ത്രിയായി ജനറൽ VK സിംഗുമുണ്ട്. തെലുങ്ക് ദേശം പാർട്ടിയിലെ അശോക് ഗണപതി രാജുവിനാണ് വ്യോമയാനം. പ്രവാസികളോളം പഴക്കമുള്ളതാണ് പ്രവാസികളുടെ വിമാനയാത്ര ക്ലേശം. ഇതിന് ഒരു ദുരന്തം എന്ന് തന്നെ പറയാം. ഇതുവരെ വന്ന ഒരു സർക്കാരും അതിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല. പ്രവാസികളുടെ മക്കളുടെ
ഹോളിഡേ ടൈമിലും അതുപോലെ നാട്ടിലുള്ള ഉത്സവ അല്ലെങ്കിൽ ആഘോഷകാല സന്ദർഭങ്ങളിലും പ്രവാസികൾ കൂട്ടമായി നാട്ടിലേക്ക് പോകുന്ന ഓരോ സാഹചര്യത്തിലും ശരിക്ക് പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ. അതിനൊരു അറുതി വരുത്തൽ വളരെ അത്യാവശ്യമാണ്. സുഷമ സ്വരാജിനെ പോലെ കഴിവ് തെളിയിച്ച ഒരു വനിതയുടെ കർമ്മധീരതയാണ് ഇനി ലക്ഷക്കണക്കിന് ഭാരതീയ പ്രവാസികളുടെ ഭാവി പ്രതീക്ഷകൾ. ഇനിയും മിനിമം വേതനം പോലും ഉറപ്പു നൽകാത്ത തൊഴിലിടങ്ങൾ, കാറ്റിൽ പറക്കുന്ന തൊഴിൽ കരാറുകളും നിയമങ്ങളും, കെടുകാര്യസ്ഥത നിറഞ്ഞ നയതന്ത്ര കാര്യാലയങ്ങൾ, സ്ഥാനപതിമാർ, താളം തെറ്റി പറന്ന് രക്തമൂറ്റുന്ന ദേശീയ വിമാന കമ്പനി, അങ്ങനെ പ്രവാസികളുടെ പരാതികൾക്ക് പതിറ്റാണ്ടേറെ കഴിഞ്ഞിട്ടും വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഇനി വേണ്ടത് കേട്ടുപഴകിയ വാഗ്ദാനങ്ങളും ഉറപ്പുകളുമല്ല, മൂർത്തമായ നടപടികളാണ്. ഇതിനായി വീണ്ടും കാത്തിരിക്കുന്നു കടലിനിക്കരെ നിറപ്രതീക്ഷകളുമായി ലക്ഷക്കണക്കിന് പരദേശികൾ.